എല്ലാവർക്കും നമസ്കാരം. എറണാകുളം ജില്ലയിലെ രണ്ട് പ്രധാന പഞ്ചായത്തുകളിലൂടെ ഒഴുകിയിരുന്നൊരു തോടിൻ്റെ അവസ്ഥ 2018 ശേഷം ഉണ്ടായ പ്രളയത്തെ മുൻനിർത്തിയാണ് ഓഞ്ഞിത്തോട് സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയത്. ഓഞ്ഞിത്തോടുമായി ബന്ധപ്പെട്ട രേഖകൾ സംബന്ധിച്ചുള്ള കാര്യം ഇതിൻ്റെ ചെയർമാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഓഞ്ഞിത്തോട് 2008 മുഹമ്മദ് ഹനീഷ് ജില്ലാ കളക്ടറായിരുന്ന സമയത്ത് ഒരു സർവേ നടത്തിയ തോടാണ്. 2008 ഓഞ്ഞിത്തോട് സർവേക്ക് ശേഷമുണ്ടായ സർവേ സ്കെച്ചിൽ ഇപ്പോൾ ഏലൂക്കര മധുരത്തുപാടം കീരപ്പള്ളി സൈഡിൽ നിന്നും ആരംഭിച്ച് ഏതാണ്ട് കാരിപ്പുഴ പാലം വരെയുള്ള പ്രദേശം മാത്രമേ അന്ന് ആ സ്കെച്ചിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. അപ്പോൾ ആ സ്കെച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു നാട്ടുകാരനായി എനിക്ക് തോന്നിയത്, കീരപ്പള്ളിക്ക് പടിഞ്ഞാറ് വശം വലിയ കയ്യേറ്റ ഭൂമിയായിട്ടുള്ള നമ്മുടെ പ്രദേശമാണ്. അതുപോലെ തന്നെ കീരപ്പള്ളിക്ക് കിഴക്കോട്ട് പ്രദേശം പെരിയാർ ഒഴുകി വരുന്ന വരട്ടുപുഴ പ്രദേശവുമാണ്. പെരിയാർ ഒഴുകി വരുന്ന വരട്ടുപുഴ പ്രദേശം 2008 സ്കെച്ചിൽ കാണുന്നില്ല. അതുമാത്രമല്ല, കാരിപ്പുഴയ്ക്ക് ശേഷമുള്ള പടിഞ്ഞാറോട്ട് ഒഴുകേണ്ട ഭാഗവും സ്കെച്ചിലില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ചെയർമാൻ ശ്രീ അലിസാറുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ പഴയ സ്കെച്ചുമായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ പറവൂർ ഭൂരേഖ തഹസിൽദാരെ കാണാൻ പോവുകയാണ്. അന്ന് ഭൂരേഖ തഹസിൽദാരായിരുന്ന ഒരു ഷീല എന്ന് പറയും. എനിക്കറിയാം, നേരത്തെ അവർ ഡെപ്യൂട്ടി തഹസിൽദാരായിരിക്കുമ്പോഴും സൂപ്രണ്ടായിട്ടിരിക്കുമ്പോഴും ഞാൻ ഓഡിറ്റിലുണ്ടായിരുന്ന സമയത്തുമൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്തൊരു സ്ത്രീയായിരുന്നു. ഞങ്ങൾ അവരെ പോയി കണ്ടിരുന്നു. അവരെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ ആദ്യം തന്നെ മുഹമ്മദ് അലി സാറിന് മനസ്സിലാവും. അവർ പറഞ്ഞത്, ഓഞ്ഞിത്തോട് സർവേ കഴിഞ്ഞ് സ്കെച്ചെല്ലാം കൊടുത്തു, ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുകയാണല്ലോ എന്നാണ്. അപ്പം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്കെച്ച് കീരപ്പള്ളി മുതൽ കാരിപ്പുഴ പാലം വരെയുള്ള സ്കെച്ച് ഞങ്ങൾ നിവർത്തി മേശപ്പുറത്തിട്ട് കാണിച്ചു. കീരപ്പള്ളിക്ക് കിഴക്കോട്ടുമില്ല, കാരിപ്പുഴ പാലത്തിന് പടിഞ്ഞാട്ടുമില്ലാത്ത ഈ സ്കെച്ച് തലയും വാലുമില്ലാത്തൊരു നടുഭാഗം മാത്രമാണ്. ഇതെങ്ങനെ പുഴയാകുമെന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ അവർ ഞെട്ടിപ്പോയി. അവർ മുഴുവൻ ഫയലും അപ്പം തന്നെ താലൂക്ക് സർവേയറെ കൊണ്ടിടിപ്പിച്ചു. ആ സർവേ ഫയൽ നോക്കുമ്പോഴാണ് അവരുടെ ഫയലിലും ഈ പറഞ്ഞ സ്കെച്ചേ ഉള്ളൂ. ഇനി ഈ സ്കെച്ച് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. ഈ പറയുന്ന തലയും വാലുമില്ലാത്ത സ്കെച്ച് കിട്ടിയത് തന്നെ 2016 ഇവിടെ ഇരിക്കുന്ന സജീവും ശ്രീ ബൈജു ഉൾപ്പെടുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ അന്നത്തെ പ്രവർത്തന ഫലമായി അവർ ഉണ്ടാക്കി കയ്യിൽ സൂക്ഷിച്ചിരുന്ന സ്കെച്ചാണ്. ആ ഒരൊറ്റ സ്കെച്ചോ ഫയലോ പഞ്ചായത്ത് ഓഫീസിൽ ഇല്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. താലൂക്ക് ഭൂരേഖ തഹസിൽദാർ ഇത് കണ്ടു. അവരെല്ലാ സ്റ്റാഫിനെയും വിളിച്ചു വരുത്തുകയാണ്. അവിടെ വിശാലമായിട്ട് അവിടെ മേശപ്പുറത്തിട്ടിരിക്കുന്ന സ്കെച്ച് നോക്കിയപ്പോൾ അവർ തന്നെ ബോധ്യപ്പെട്ടു, ഇത് ശരിയാണ് പറയുന്നത്. അവിടെ മുതലാണ് നമ്മളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. സമിതിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് 2018 തന്നെ ജസ്റ്റിസ് സുകുമാരൻ സാറുമായി ബന്ധപ്പെടുന്നു, സേതു ചേട്ടനായിട്ട് ബന്ധപ്പെടുന്നു, ജഡ്ജി റിട്ടയർഡ് സുന്ദരൻ ഗോപി സാറുമായിട്ട് ബന്ധപ്പെടുന്നു. അവരുമായിട്ടിരുന്നൊരു കൂടിയാലോചന നടത്തുന്നു. ശ്രീമൻ നാരായണൻ ചേട്ടൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ പഠിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹവുമായിട്ട് ഞങ്ങളെല്ലാവരും ഒരു കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് സമിതിക്ക് രൂപം നൽകിയത്. സർവേ സ്കെച്ചുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കൃത്യമായി കടക്കുന്നതിന് എല്ലാ പിന്തുണയും അന്നത്തെ ഭൂരേഖ തഹസിൽദാരും
അന്നത്തെ തഹസിൽദാരും തന്നിരുന്നു, സന്ധ്യ മാഡം. അവരവിടുന്ന് ട്രാൻസ്ഫർ ആയി പോവുകയാണ് ചെയ്തു. ഏതാണ്ട് 2019-20 20 വർഷം നമുക്കറിയാം കൊറോണ ബാധിച്ച സമയമാണ്. അന്ന് കാര്യമായിട്ട് നമുക്കൊന്നും പ്രവർത്തനത്തിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. 2019-20 മുതൽ നമ്മളോടൊപ്പം സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ഇന്ന് ഈ ഓൺലൈൻ ചാനലിൻ്റെ ജലാലിനെ അറിയാം. അന്ന് നമുക്ക് ഒട്ടേറെ ഈ കാര്യത്തിൽ പ്രോത്സാഹനം നൽകി നമ്മളോടൊപ്പം നടന്ന ഒട്ടനവധി വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ഫയലിലും നമ്മുടെ ഫയലിലും നിലവിലുണ്ട്. പൂഞ്ഞിത്തോടിനെ തിരിച്ചു പിടിക്കാൻ എന്തു മാർഗം എന്നാലോചിച്ചുകൊണ്ട് 2020 അവസാനം 21 ആയപ്പോഴേക്കും ഹൈക്കോടതിയിലേക്ക് പോയാലേ മാർഗമുള്ളൂ എന്ന് നിശ്ചയിക്കേണ്ടി വന്നു. നമ്മുടെ ഭാഗ്യമെന്ന് പറയാം. ഹൈക്കോടതിയിൽ ഈ റിട്ട് ഹർജി ഫയൽ ചെയ്തതോടുകൂടി ഏതാണ്ട് 29/7/2021 തന്നെ മൂന്നാമത്തെ ഹിയറിങ്ങിൽ നമുക്ക് 17 പേജുള്ള ഒരു ഉത്തരവാണ് കിട്ടിയത്. ആ ഉത്തരവിൽ വ്യക്തമായിട്ട് ഓഞ്ഞിത്തോടിനെ ഉടനടി ഡിമാർക്കേറ്റ് ചെയ്ത് കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് നടപടികൾ സ്വീകരിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ലോക്കൽ അതോറിറ്റിക്കും പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ഓർഡർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഈ ഓർഡറിൻ്റെ വെളിച്ചത്തിൽ ജില്ലാ കളക്ടർക്ക് കൊടുത്ത നിർദ്ദേശത്തിലാണ് സ്പെഷ്യൽ സർവേ ടീം നിയോഗിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടത്. കോടതി ആവശ്യപ്പെട്ടിട്ടാണ്, ജില്ലാ കളക്ടർ തനിയെ ചെയ്തതല്ല. കോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ ഉടനടി നടപടി സ്വീകരിച്ചു. അപ്പോൾ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കാണാവുന്ന ആ ഉദ്യോഗസ്ഥൻ്റെ ഇതിനകത്തുള്ള മനോഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ ജില്ലാ കളക്ടർ ജില്ലാ സർവേ സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് 3 അംഗ സർവേ ടീമിനെ നിയോഗിക്കുക. പറവൂർ ഭൂരേഖ തഹസിൽദാരുടെ കീഴിലുള്ള മോഹനനും അനിതയും ആലുവയിൽ നിന്ന് ഏലിയാസിനും കൂട്ടിയിട്ടാണ് 3 പേരെ നിയോഗിച്ചത്. സർവേ ടീം ഉണ്ടായി എന്ന് കണ്ടപ്പോഴാണ് 2020 നവംബർ ഡിസംബറിലേക്കും ഭരണത്തിൽ വന്ന പുതിയ പഞ്ചായത്ത് കമ്മിറ്റി, ഇപ്പോൾ ഈ 6 മാസക്കാലം കൊണ്ട് മാറാൻ പോകുന്ന കമ്മിറ്റി, അവർക്ക് ഉത്തരവ് കിട്ടിയപ്പോഴാണ് ഇങ്ങനൊരു തോടുണ്ടെന്നും ജില്ലാ കളക്ടർ സർവേ ടീമിനെ നിശ്ചയിച്ചു കഴിഞ്ഞെന്നും സർവേ നടത്താതെ ഗത്യന്തരമില്ലെന്നും വന്നു. 2021 സെപ്റ്റംബർ 14 ഓഞ്ഞിത്തോടിൻ്റെ ആരംഭ ഭാഗത്ത് ആദ്യ സർവേ കല്ലിടുകയാണെന്ന് കുറ്റി അടിക്കുകയാണ്. അതുവഴി നേരെ ആ സമയത്തുണ്ടായിരുന്നൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുന്നു. 14/9/2021 ഒരു കുറ്റി അടിച്ച് സർവേ ടീം നേരെ പടിഞ്ഞാട്ട് ആലങ്ങാട് പഞ്ചായത്തിൻ്റെ ഏരിയയിൽ 2022 മാർച്ച് 19 എത്തുന്നത് വരെ ആലങ്ങാട് പഞ്ചായത്തിൽ നിന്നോ കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്നോ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജീവനക്കാരൻ, ഒരു അറ്റൻഡറെ പോലും കൂടെ വിടാൻ ഈ 2 പഞ്ചായത്തുകൾക്കും കഴിഞ്ഞില്ലെന്നുള്ളതാണ്. ഏതാണ്ട് 6 മാസം ഈ പുഴയുടെ ഇരു കരകളിലും കാടും മേടും ഒക്കെ പുല്ല് പിടിച്ച് കിടക്കുന്ന ഈ പ്രദേശത്തിലൂടെ ഒരു സുനിലും അതുപോലെ തന്നെ സജീവും നമ്മുടെ ഇന്നിവിടെ ഉള്ള മോഹനൻ ചേട്ടനും ഉൾപ്പെടുന്ന ഒരു സംഘം ഏതാണ്ട് 6 മാസം വെയിലും മഴയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് കൂടെ നടന്നാണ് 475 കല്ലുകൾ ഇടേണ്ട പോയിന്റുകൾ കണ്ടെത്തിയത്. അങ്ങ് ഏലൂക്കര ആരംഭ ഭാഗത്തു നിന്ന് മേത്താനത്ത് എത്തുമ്പോഴേക്കും 2 പഞ്ചായത്തുകളിലുമായി 475 കല്ലുകൾ ഡിമാർക്കേറ്റ് ചെയ്യപ്പെട്ടു. അതിലെ 91 കല്ലുകളാണ് ഇപ്പോഴും തട്ടി നിൽക്കുന്നതെന്ന് ഓർക്കണം. ഏതാണ്ട് 384 കല്ലുകൾ ഇട്ടിട്ടുണ്ട് ഇരു പഞ്ചായത്തുകളിലുമായി. കടുങ്ങല്ലൂർ പഞ്ചായത്ത് 231 കല്ലുകൾ സ്ഥാപിക്കാൻ ആദ്യ പ്രോജക്റ്റ് ഉണ്ടാക്കി. 1,32,000 രൂപ അതിനുവേണ്ടി മാറ്റിവെച്ച് പ്രോജക്റ്റ് ഉണ്ടാക്കി വാർത്തു കല്ലുകൾ കരാറുകാരനെ ഏൽപ്പിച്ചു. 220 കല്ലോളം ഇട്ടപ്പോഴേക്കും തർക്കം വന്നു.